തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഇതാണ്: കരുണ കാണിക്കാൻ മറന്നു പോകരുത്. കരുണ കാണിക്കാൻ മറന്നു പോകാതിരുന്നാൽ നാം അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം വ്യക്തമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മലയിലെ പ്രസംഗത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു: കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. ഈ വചനം നമ്മൾ ശ്രദ്ധിച്ച് വ്യാഖ്യാനിക്കണം, അല്ലെങ്കിൽ തെറ്റുപറ്റാനിടയുണ്ട്. നമ്മൾ കരുണ കാണിച്ചാൽ മാത്രമേ ദൈവം കരുണ കാണിക്കൂ എന്ന് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഒരു തെറ്റായ പഠനമാണ്. സഭയുടെ പഠനമല്ല, ബൈബിളിൻ്റെ പഠനമല്ല, സഭാപിതാക്കന്മാരുടെ പഠനവുമല്ല. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം എപ്പോഴും ആദ്യവും പ്രവർത്തിക്കുന്നവനാണ്. ദൈവം ആൽഫയും ഒമേഗയുമാണ്. ദൈവം ആദിയും അന്ത്യവുമാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ട് ഒരു പ്രതിപ്രവർത്തനം ചെയ്യുന്നവനല്ല ദൈവം. ദൈവം ആദ്യമേ പ്രവർത്തിക്കുന്നവനാണ്. അപ്പം ദൈവം ആദ്യമേ നമ്മോട് കരുണ കാണിച്ചു കഴിഞ്ഞു. യേശു ക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നാണ്. ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ലോകത്തോട് ദൈവം കരുണ കാണിച്ചു. ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ, മാലാഖമാരെ പോലും സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം മനുഷ്യവർഗത്തോട് കരുണ കാണിച്ചു കഴിഞ്ഞു. മനുഷ്യൻ പാപം ചെയ്യുമെന്നും അവൻ പിശാചിൻ്റെ അടിമയായി പോകുമെന്നും അറിയാമായിരുന്ന ദൈവം അതിൻ്റെ പരിഹാരം വളരെ നേരത്തെ തന്നെ തൻ്റെ ഹൃദയത്തിൽ നിവർത്തിച്ചു കഴിഞ്ഞുവെന്ന് വചനം പറയുന്നു. ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ യേശുവിൻ്റെ കുരിശുമരണം പിതാവിൻ്റെ ഹൃദയത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അവിടെ നിന്ന് കരുണ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് മലയിലെ പ്രസംഗത്തിൽ ഈശോ പഠിപ്പിക്കുന്നത്? കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് കരുണ ലഭിക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൈവം എന്നോടും നിങ്ങളോടും കാണിച്ച വലിയ കരുണയെ വേണമെങ്കിൽ തട്ടിക്കളയാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെയാണ്? മറ്റുള്ളവരോട് നമ്മൾ കരുണ കാണിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ജനലുകളും വാതിലുകളും നമ്മൾ അടച്ചു കളയുന്നത് മൂലം നാം ആകുന്ന ഭവനത്തിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ കരുണയുടെ സൂര്യപ്രകാശം കടന്നു വരുന്നത് തടസ്സപ്പെട്ടു പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാതിരിക്കുമ്പോൾ ദൈവീക കരുണയെ അനുഭവിക്കാൻ സാധിക്കാതെ നമ്മൾ ഇരുട്ടിലായി പോകുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ കരുണ കാണിക്കുവിൻ, എങ്കിൽ മാത്രമേ പിതാവ് നമ്മോട് കാണിച്ച കരുണയെ നമുക്ക് അനുഭവത്തിൻ്റെ തലത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഗുണങ്ങളും നേട്ടങ്ങളും അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വചനം നമ്മൾ ഇന്ന് ആഴത്തിൽ ചിന്തിക്കുകയാണ്. കർത്താവിൻ്റെ കരുണ മനോഹരമായിട്ട് കർത്താവ് വിവരിച്ചു തരുന്ന ഒരു വചനഭാഗമാണ് യോനാ പ്രവാചകന്റെ പുസ്തകം. വെറും 4 അധ്യായങ്ങൾ മാത്രമുള്ളൊരു പുസ്തകമാണത്. നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുള്ളവർക്കറിയാം. 4-ാം അധ്യായം അവസാനിക്കുന്നത് 11-ാമത്തെ വാക്യം കൊണ്ടാണ്. അതോടുകൂടി ആ പുസ്തകം തീരുകയാണ്. അപ്പോൾ യോനാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം, അതായത് യോനായുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ വചനം, മനോഹരമായൊരു വചനമാണ്. ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഒരു വാക്കാണ് അവിടെ നമ്മൾ കാണുന്നത്. 1,20,000 വരുന്ന ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത ജനങ്ങളോടും അസംഖ്യം വരുന്ന മൃഗങ്ങളോടും ഞാൻ കരുണ കാണിക്കേണ്ടതല്ലേ? ദൈവം ചോദിക്കുകയാണ്. ആ ഭാഗത്തോടു കൂടി പുസ്തകം ദൈവം അവസാനിപ്പിച്ച് കളയുകയാണ്. പിന്നെ ഒന്നും എഴുതുന്നില്ല. കരുണയുടെ ഒരു കടലടിക്കുകയാണ് അവസാനം. കരുണയുടെ സാഗരം, കരുണയുടെ ആകാശം, കരുണയുടെ പ്രപഞ്ചം, കരുണയോടുകൂടി യോനായുടെ പുസ്തകം അവസാനിക്കുന്നു. 1,20,000 വരുന്ന എൻ്റെ ജനത്തോട്
ഇടമേത് വലതേതെന്നറിയാതെ പാപത്തിൽ വീണുപോകുന്ന എൻ്റെ ജനത്തോട് ഞാൻ കരുണ കാണിക്കേണ്ടതല്ലേ എന്ന് ദൈവം യോനായോട് ചോദിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപം ചെയ്തിരുന്ന ജനമാണ് ഈ പറയുന്ന ജനം. അതായത് നിനവേ എന്ന് പറയുന്ന സ്ഥലത്തെ 1,20,000 വരുന്ന ജനസംഖ്യയുള്ള ഈ ഒരു കൊച്ചു പ്രദേശം, അത് പാപത്തിൽ അത്ര ചെറുതല്ലായിരുന്നു. പാപത്തിൻ്റെ കാര്യത്തിൽ അത് മറ്റ് ജനങ്ങളെ തോൽപ്പിക്കുന്ന വിധത്തിൽ പാപം ചെയ്ത് സാത്താനെ സന്തോഷിപ്പിക്കുകയും ദൈവത്തെ വേദനിപ്പിക്കുകയും ചെയ്ത ഒരു ജനസമൂഹമായിരുന്നു. അപ്പോൾ ആ ജനസമൂഹത്തോട് തൻ്റെ വചനം പ്രസംഗിക്കുവാൻ ദൈവം തൻ്റെ ദാസനെ അയക്കുകയാണ്. യോനായോട് കർത്താവ് പറയുന്നു, നീ നിനവയിൽ ചെന്ന് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ വചനപ്രഘോഷണത്തിൽ മാനസാന്തരത്തിൻ്റെ സന്ദേശം ഉണ്ട്. മാനസാന്തരം പ്രസംഗിക്കാതെ പ്രോസ്പെരിറ്റി മാത്രം പ്രസംഗിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അത് തെറ്റായ ഒരു പ്രഘോഷണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഭൂമിയിലെ സകല നേട്ടങ്ങളും സ്വന്തമാക്കിക്കൊണ്ടും നമുക്ക് നരകത്ത് പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? മാനസാന്തരത്തിൻ്റെ മെസ്സേജ് അവിടെ ഉണ്ടായിരിക്കണം ഒരു പ്രഘോഷണത്തിൽ. അപ്പോൾ യോനായോട് കർത്താവ് പറയുന്നു, നീ നിനവേയിലെ ജനങ്ങളോട് പോയി പറയണം, മാനസാന്തരപ്പെടണം. യോനായ്ക്ക് ഉള്ളുകൊണ്ട് അത് ഒട്ടും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, യോന അത്ര മോശക്കാരനായിട്ടൊന്നും അല്ല. അതിൻ്റെ കാരണം, യോന വളരെ കുഞ്ഞായിരിക്കുമ്പോൾ, അതായത് യോനായ്ക്ക് ഒരു 3 വയസ്സൊക്കെ ഉള്ളപ്പോൾ മുതൽ യോനായ്ക്ക് ഓർമ്മ കാണും. എന്താണ് ഓർമ്മയുള്ളത്? ഈ നിനവേക്കാരായ ദുഷ്ടജനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദൈവജനത്തെ ആക്രമിക്കാൻ വരുന്നു, യോനായുടെ പ്രദേശത്തെ ആക്രമിക്കുന്നു, കുതിരവണ്ടിയിൽ വരുന്നു, കുതിരപ്പുറത്ത് വരുന്നു, ആളുകളെ കൊന്നൊടുക്കുന്നു, സകലതും കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു. ദുഷ്ടന്മാരാണ്. അപ്പോൾ യോന ഇത് കുഞ്ഞുനാൾ തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യോനായ്ക്ക് ദൈവത്തെ അറിയാം. ദൈവത്തിൻ്റെ കരുണ യോനായ്ക്ക് പിടികിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് യോന മടിച്ചു നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? മാനസാന്തരം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഈ നിനവേക്കാരെങ്ങാനും കയറി മാനസാന്തരപ്പെട്ടാൽ ദൈവം ശിക്ഷിക്കത്തില്ല എന്ന് യോനായ്ക്ക് നന്നായിട്ടറിയാം. യോനയുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, ഇവന്മാർക്കൊരു പണി കിട്ടണം. ചെറുപ്പനാൾ തൊട്ട് ഞങ്ങളുടെ ദേശത്തെ ആക്രമിക്കുന്ന ഈ ദുഷ്ടന്മാർക്ക് നല്ല ഒരു പണി കിട്ടണമെന്ന് യോന ഉള്ളുകൊണ്ട് കൊതിക്കുന്നുണ്ട്. യോന എന്നെയും നിങ്ങളെയും പോലത്തെ ഒരു സാധാരണ മനുഷ്യനാണ്. ദൈവം തിരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. യോനായ്ക്ക് ഒരിക്കലും ദൈവത്തെ പോലെ ആകാൻ പറ്റുന്നില്ല. ദൈവത്തിൻ്റെ കരുണയുടെ ഒരു അംശം പോലും സത്യത്തിൽ യോനായിലേക്ക് വരുന്നില്ല. യോന ഒരു സാധാരണക്കാരനെ പോലെ ചിന്തിക്കുകയാണ്. യോന ചിന്തിക്കുന്നത് പാപിക്ക് ശിക്ഷ കിട്ടണമെന്നാണ്, പാപിക്ക് നല്ല അടി കിട്ടണമെന്നാണ് യോന ചിന്തിക്കുന്നത്. അതുകൊണ്ട് യോന എന്ത് ചെയ്തു? ഇവരൊരു വിധത്തിലും മാനസാന്തരപ്പെട്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാകരുതെന്ന് ആഗ്രഹിച്ച യോന താർഷിഷിലേക്ക് കപ്പൽ കയറുകയാണ്. പക്ഷെ ദൈവത്തിന് പാപികളായ ജനത്തോടുള്ള കരുണ പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുന്ന ഈ ഭാഗത്ത് ദൈവം ചെയ്യുന്ന എന്താണെന്നറിയാമോ? നിനവേക്കാരോട് കരുണ കാണിക്കുന്നതിന് വേണ്ടി ദൈവം യോനായെ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്യുകയാണ്. യോന പോകുന്ന സ്ഥലത്തെല്ലാം ദൈവം അല്പം കട്ടിയായിട്ട് തന്നെ പ്രവർത്തിക്കുകയാണ്. നിനവേക്കാരോട് കരുണ കാണിക്കുന്ന ദൈവം യോനായോട് അത്രയ്ക്ക് കരുണ കാണിക്കാതെ എങ്ങനെയെങ്കിലും പാപിയെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൽ യോനായ ദൈവം അല്പം കഷ്ടപ്പെട്ടാണെങ്കിലും പിടികൂടുകയാണ്. യോന ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നമാകുന്നു. യോന കയറുന്ന കപ്പലിൻ്റെ നേരെ കൊടുങ്കാറ്റടിക്കുന്നു, വെള്ളം പൊങ്ങുന്നു, യോനായെ കപ്പലിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് എറിയുന്നു, യോന കടലിൽ താഴുന്നു, യോനായ ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുന്നു. യോനായെ വിഴുങ്ങിയ തിമിംഗലത്തിന് ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത സഹനം ഉണ്ടാകുന്നു. വയറ്റുവേദനയാൽ ഈ തിമിംഗലം കിടന്ന് പൊളയുന്നു. തിമിംഗലം മറ്റ് തിമിംഗലങ്ങളോടൊക്കെ ചോദിക്കുകയാണ്, അയ്യോ ഇതെന്ത് സാധനത്തെയാണ് ഞാൻ പിടിച്ചകത്താക്കിയിരിക്കുന്നത്? ഞാൻ പലതിനെയും കഴിച്ചിട്ടുണ്ട്, ഇന്ന് വരെ ഒരു കുഴപ്പമോ ദഹനക്കേടോ എനിക്കുണ്ടായിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മരണവെപ്രാളം അനുഭവിക്കുകയാണ്. അപ്പോൾ ഈ തിമിംഗലത്തിൻ്റെ ഏതോ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തു, എടാ നിനക്ക് ഇവനെ മാത്രമേ കണ്ടുള്ളൂ, ഇത് ദൈവത്തോട് അനുസരണ കാണിച്ച് അഭിഷേകത്തോട് മറുതലിച്ച് നിൽക്കുന്ന ഒരു തോന്നിവാസിയാണ് നീ വിഴുങ്ങിയിരിക്കുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ദഹനക്കേട് പിടിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇവനെ ഛർദ്ദിക്കാനുള്ള പരിപാടി കാണിച്ചോ, അല്ലേ ഇവൻ നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിഷ്കളങ്കതയോടെ ജീവിച്ചു കൊണ്ടിരുന്ന തിമിംഗലം വയറ്റുവേദനയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുകയാണ്. ആ തിമിംഗലം അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ പോയിട്ടും രക്ഷയില്ല, പസഫിക് പോയിട്ടും രക്ഷയില്ല, അറബിക്കടലിൽ വന്നിട്ടും രക്ഷയില്ല, അതിൻ്റെ വയറ്റുവേദന മാറുന്നില്ല. അതൊടുവിൽ ആ തിമിംഗലം പാവം തന്നെ സൃഷ്ടിച്ച ദൈവത്തോട് ചോദിച്ചതാണ്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ വയറ്റുവേദന എടുത്ത് ഞാൻ പൊളയുന്നത്?
ദൈവം തിമിംഗലത്തോട് മിക്കവാറും പറഞ്ഞു കാണും, ബൈബിൾ എഴുതിയിട്ടില്ല, എൻ്റെ ഒരു ഭാവനയാണ്, ഒരു അനുസരണം കെട്ടവനെയാണ് നീ വിഴുങ്ങിയിരിക്കുന്നത്, ഒരു കാര്യം ചെയ്യുക, അവനെ ആ നിനവെ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അടുത്തെങ്ങാനും കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടാൽ നിന്റെ പ്രശ്നം തീരും. ആശ്വാസമായി തിമിംഗലത്തിന്. തിമിംഗലം നേരെ ഇവനെ കൊണ്ടുപോയി ഛർദ്ദിച്ച് കളയുകയാണ്. അതോടെ തിമിംഗലം ഓക്കെ ആയി. വലിയ സന്തോഷത്തിൻ്റെ ഒരു ചിരിയും ചിരിച്ച് തിമിംഗലം തൻ്റെ കൂട്ടുകാരുടെ പക്കലേക്ക് പോവുകയാണ്. ഈ യോനായ്ക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ കരുണയെ പരാജയപ്പെടുത്താൻ തൻ്റെ അനുസരണക്കേടിന് പോലും പറ്റത്തില്ല. ഒടുവിൽ ഗതികെട്ടവനായി യോന പ്രസംഗം ആരംഭിക്കുകയാണ്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കും. ശരിക്കും ആ പ്രസംഗം കേട്ടാൽ തന്നെ നമുക്ക് ചിരി വരും. കാര്യം എന്താണെന്നറിയാമോ? മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് യോന പ്രസംഗിക്കുന്നില്ല. മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് യോന പ്രസംഗിക്കുന്നില്ല. പകരം നെഗറ്റീവാണ് അവിടെയും പോയി അടിക്കുന്നത്. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ നശിക്കുമെന്നുള്ള സാധനം തന്നെ അടിക്കുന്നത്. ഈ നാശത്തിൻ്റെ സാധനമാണ്. പക്ഷേ അവിടുത്തെ രാജാവ് യോനായുടെ പ്രസംഗം കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് കേട്ടു. രാജാവ് മന്ത്രിയോട് വിളിച്ച് ചോദിച്ചു, എന്താണ് ഈ താഴെ കേൾക്കുന്ന പ്രസംഗം? അപ്പം മന്ത്രി പറഞ്ഞു, മഹാരാജാവെ അറിഞ്ഞില്ലേ, കർത്താവിൻ്റെ ദാസൻ പ്രസംഗിക്കുകയാണ്, നമ്മൾ പാപത്തിലാണ് ജീവിക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്, നമ്മൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നശിക്കുമെന്നാണ്. രാജാവ് അല്പം നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, യോനായുടെ ദൈവം സത്യദൈവമാണ്, കടലിനെയും കരയെയും സൃഷ്ടിച്ച ദൈവമാണ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവമാണ്. പക്ഷെ ആ ദൈവം മഹാകാരുണ്യവാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് രാജാവ് ഒരു വലിയ ഒരു സന്ദേശം ജനത്തിന് കൊടുക്കുകയാണ്. രാജാവ് ഇപ്രകാരം വിളംബരം ചെയ്തു, നമ്മുടെ നാട്ടിലെ സകല ജനങ്ങളും, കുഞ്ഞുങ്ങളും, മൃഗങ്ങളും, വളർത്തു മൃഗങ്ങളും, പശുക്കളും, ആടുകളും എല്ലാം ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിക്കട്ടെ. സത്യദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാവരും സാഷ്ടാംഗം പ്രണമിച്ച് നമ്മുടെ ദേശത്തിൻ്റെ പാപങ്ങളെ ഓർത്ത് കരയട്ടെ, അനുതപിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാവ് എളിമപ്പെടുന്നത് ദൈവം കണ്ടു, ജനങ്ങളുടെ കണ്ണുനീര് ദൈവം കണ്ടു. ദൈവം അവരുടെ നിരവധിയായ ക്രൂരതകളും പാപങ്ങളും ക്ഷമിച്ചു കൊടുത്തുകൊണ്ട് ദൈവം ആ ദേശത്തോട് കരുണ കാണിച്ചു. ദൈവം ആ ദേശത്തോട് കരുണ കാണിച്ചു. ദൈവത്തിൻ്റെ കരുണയുടെ മഴ അവിടെ ഒഴുകി വന്നു. ദൈവത്തിൻ്റെ കരുണയുടെ കാറ്റവിടെ വീശി. ദൈവത്തിൻ്റെ മഹാവാത്സല്യം കവിഞ്ഞൊഴുകി. അവർ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാനിടയായി തീർന്നു. യോനായ്ക്ക് ഇത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. യോന ദൈവത്തോട് ചെന്നിട്ടൊരു കാര്യം പറഞ്ഞു, ദൈവമേ, ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അങ്ങ് പണി പറ്റിക്കുമെന്നും. ഇപ്പം ഞാൻ ആയിപ്പോയില്ലേ, ഞാൻ അവിടെ പോയി പ്രസംഗിച്ചത് വെറുതെ ആയില്ലേ, എന്നെ ഈ പങ്കപ്പാടെല്ലാം പെടുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. ഇത് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു, അങ്ങ് കാലുമാരി കളയുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകാതിരുന്നത്. കാരണം അങ്ങേ എനിക്ക് കൊച്ചിലോട്ട് നന്നായിട്ട് അറിയാം, അങ്ങ് പണി പറ്റിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇപ്പം ഞാൻ പോയി എൻ്റെ തൊണ്ടയിട്ട് അലച്ചതൊക്കെ വെറുതെ ആയി. അങ്ങ് അവരോട് കരുണയും കാണിച്ചു. ഇതാണ് ആദ്യമേ പറഞ്ഞത്. യോനയ്ക്ക് ദേഷ്യം വരികയാണ്. യോന മരുഭൂമിയിൽ കുത്തിയിരുന്നിട്ട് തല മുട്ടയിലോട്ട് വച്ചിട്ട് ഇങ്ങനെ നമ്മൾ കുനിഞ്ഞിരിക്കത്തില്ലേ ദേഷ്യവും നിരാശയൊക്കെ വരുമ്പം, അതുപോലെ യോന ദൈവത്തോട് അല്പം ദേഷ്യമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ ഈ വെയിലത്ത് കയറി കുത്തിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നതനുസരിച്ച് ചൂട് കൂടാൻ തുടങ്ങി. യോനായ്ക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം യോനായോട് ദൈവം ഒരു കരുണ കാണിച്ചു. എന്താണെന്നറിയാമോ? ഒരു ചെടിയെ ദൈവം മുളപ്പിച്ചു. ആ ചെടി മുളച്ചു വന്ന് യോനായ്ക്ക് തണൽ കൊടുത്തു. അപ്പോൾ യോനായ്ക്ക് വലിയ ആശ്വാസമായി. യോന തന്നെത്താൻ പറഞ്ഞു, എന്ത് നല്ല തണലാണ്, എന്ത് ചൂടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഈ തണൽ വലിയ ആശ്വാസമായി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ദൈവം ഒരു പുഴുവിനോട് പറഞ്ഞു, നീ ചെന്ന് ആ ചെടിയെ അങ്ങ് കരിച്ചു കളയുക. പുഴു അകത്തുകൂടെ ചെന്ന് ചെടിയുടെ അകത്ത് എന്തോ പരിപാടി കാണിച്ചു. ചെടി അങ്ങ് ഉണങ്ങിപ്പോയി. യോനയുടെ കൺട്രോൾ വിട്ടുപോയി. യോന ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരിച്ചു. ചേട്ടാ, ഇത് എന്നെ ഇരിക്കാനും സമ്മതിക്കത്തില്ലേ, ചുമ്മാ ഇരുന്ന് എന്നെ പിടിച്ച് നിലവയിൽ പ്രസംഗിക്കാൻ വിട്ടു. അവിടെ നിന്ന് അങ്ങ് കാലുവാരി ഞാൻ തിരിച്ചു വന്ന് ഈ മരുഭൂമിയിൽ കുത്തിപ്പിടിച്ചിരുന്നപ്പം ഒരല്പം തണൽ കിട്ടി ആശ്വസിച്ചപ്പം അതും കൂടെ കരിച്ചു കളഞ്ഞു. അങ്ങ് എന്താണ് എന്നോട് ഇങ്ങനെ ക്രൂരമായിട്ട് പെരുമാറുന്നത്? അപ്പോഴാണ് കർത്താവ് പറയുന്നത്, യോന, ഒരു ചെറിയ ചെടി ഉണങ്ങിപ്പോയത് കൊണ്ട് നീ എന്നോട് ഇത്രമാത്രം കോപിക്കുന്നുവല്ലേ? നിനക്ക് തണൽ തന്ന ഒരു ചെറിയ ചെടി, അത് ഞാൻ മുളപ്പിച്ച ഒരു ചെറിയ ചെടി, നിനക്ക് തണൽ തന്നിരുന്ന ഒരു ചെടി ഉണക്കിക്കളഞ്ഞതിന് നിനക്കൊട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. ആ ചെടിയോട് പോലും നിനക്കൊരു സ്നേഹം തോന്നി അല്ലേ യോന? എങ്കിൽ
1,20,000 വരുന്ന ഇടം വലം തിരിച്ചറിയാൻ കഴിയാത്ത പാവപ്പെട്ട നിനവയിലെ മനുഷ്യരോട്, എൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഞാൻ സൃഷ്ടിച്ച എൻ്റെ മക്കളോട്, എൻ്റെ ജനങ്ങളോട്, മനുഷ്യ മക്കളോട് ഞാൻ കരുണ കാണിക്കണ്ടെന്നാണോ യോന നീ പറയുന്നത്? നിനക്കൊരു ചെടിയോട് തോന്നിയ വികാരം പോലും എനിക്ക് മനുഷ്യരോട് തോന്നരുതെന്നാണോ നീ പറയുന്നത് യോന? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ഈ കരുണ ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാൽവരിയുടെ വിരിമാറിൽ കരുണ മാംസം ധരിച്ചു. ഈ കാൽവരി മലയുടെ മുകളിൽ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, യേശു എന്നത് ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ്. ആരാണ് യേശു? ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശു. ദൈവത്തിൻ്റെ കരുണ കാണണമെങ്കിൽ നമ്മൾ യേശുവിനെ നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ കരുണയാണ് യേശു. അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കുരിശിൽ നിന്നും ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കരുണ. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞത് യേശുവിൻ്റെ ജനനത്തെ ഓർക്കാൻ പറഞ്ഞില്ല, യേശുവിൻ്റെ ഉയർപ്പിനെയും ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞില്ല, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് തീ പോലെ വന്നതിനെയും ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞില്ല, അത്ഭുതങ്ങൾ ചെയ്തതിനെ ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞില്ല, കടലിൻ്റെ മുകളിൽ കൂടെ നടന്നതിനെ ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞില്ല, ലാസറിനെ ഉയർപ്പിച്ചത് ഓർത്തോണ്ടിരിക്കാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറഞ്ഞത് അവിടുത്തെ കരുണയുടെ പ്രകടനമാണ്. കുരിശുമരണത്തെ ഓർക്കണം. ഇതാ സഭ ഓർക്കുന്നു, ഓരോ വിശുദ്ധ ബലിയിലും ഓർക്കുന്നു, ശരീരം മുറിക്കപ്പെട്ടത് ഓർക്കുന്നു, രക്തം ചിന്തിയത് ഓർക്കുന്നു, അവൻ കുരിശിൽ ഉയർത്തപ്പെട്ടത് ഓർക്കുന്നു. കരുണയുടെ കടൽ ഒഴുകി വന്നത് നമ്മൾ ഓരോ ദിവസവും സഭ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കരുണ അനുഭവിക്കുന്ന നമ്മോട് തിരിച്ച് കരുണ കാണിക്കുവാൻ ദൈവം പറയുകയാണ്. ദൈവം ഒരിക്കലും നമ്മോടൊന്നും വെറുതെ പറയുന്നില്ല. ഒന്നും നൽകാതെ ആവശ്യപ്പെടുന്നവനല്ല ദൈവം. ദൈവം ആദ്യം നമുക്ക് കരുണ തരികയാണ്. കരുണ ദൈവം നമുക്ക് നൽകുകയാണ് വാരിക്കോരി. അത് അനുഭവിച്ചിട്ട് തിരിച്ചൊഴുക്കാനാണ് ദൈവം പറയുന്നത്. ആദ്യം അത് സ്വീകരിക്കുക, അനുഭവിക്കുക, എന്നിട്ട് ഒഴുക്കുക. ഇതാണ് ദൈവത്തിൻ്റെ വ്യവസ്ഥ. ദൈവം നമുക്ക് നൽകുന്നു, അത് തിരിച്ചു കൊടുക്കാൻ പറയുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ ഈശോ ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ ഇതാണ്, നിർദയനായ ഭൃത്യന്റെ ഉപമ. അതായത് സത്യത്തിൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമുള്ളൊരു ഉപമയാണിത്. കാരണം ഈശോ ഇത് പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, പാപത്തിൻ്റെ കടം നമ്മൾ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഉപമ പറയേണ്ട കാര്യമില്ല. കാരണം എന്താണെന്നറിയാമോ? ഒരു രാജാവിന് ഒരു മനുഷ്യൻ കടം കൊടുക്കാനുണ്ടായിരുന്നു, കടപ്പെട്ടിരുന്നു. 10,000 താലന്ത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 33 കിലോ സ്വർണമാണ്. അപ്പൊ മനസ്സിലായല്ലോ, 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ 33,000 കിലോ സ്വർണമാണ്. ഇന്നത്തെ കണക്കിൽ പറയാമെങ്കിൽ 8,000 കോടി രൂപ കടപ്പെട്ടിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഈശോ ഈ ഉപമ പറഞ്ഞതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ, മനുഷ്യവർഗം, ഞാനും നിങ്ങളും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്ന ആ കടത്തിൻ്റെ ആഴം, നമ്മുടെ ചെറുതും വലുതുമായ പാപങ്ങളെല്ലാം കൂടെ കൂട്ടിവെക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാപത്തിൻ്റെ കടം. സീറോ മലബാർ കുർബാനയിൽ നമ്മൾ ഇപ്രകാരം പറയുന്നുണ്ട്, പാപകടങ്ങൾ പൊറുക്കണമേ, പാപകടങ്ങൾ ക്ഷമിക്കണമേ, പാപങ്ങളും കടങ്ങളും. കണ്ടോ, കടത്തിൻ്റെ ആഴം കാണിക്കാനാണ് 10,000 താലന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ അളവിൽ 8,000 കോടി രൂപ കടപ്പെട്ടിരിക്കുന്നു. ഈ 8,000 കോടി രൂപ കടപ്പെട്ടിരിക്കുന്ന വ്യക്തിയെ രാജാവ് പിടിച്ചുകൊണ്ടുവന്ന് കൊട്ടാരത്തിൻ്റെ കോടതിയിൽ നിർത്തി വിചാരണ ചെയ്യുന്നതാണ് രംഗം. രാജാവ് പറഞ്ഞു, നീ ഇത് അടച്ചു തീർക്കുക, അല്ലെങ്കിൽ നിന്നെയും നിന്റെ ഭാര്യയും മക്കളെയും ഇത് അടച്ച് തീർക്കുന്നത് വരെ ജയിലിലിടാൻ പോവുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ രാജാവിൻ്റെ കാലുകളിലേക്ക് വന്നിട്ട് പറഞ്ഞു, രാജാവേ, എനിക്കിത് ഉടനെ അടയ്ക്കാനായിട്ട് നിവൃത്തിയില്ല, പക്ഷെ ഞാൻ എല്ലാം അടച്ചു വീട്ടിക്കൊള്ളാം. ഇയാൾക്ക് അടയ്ക്കാൻ പറ്റില്ല, എങ്കിലും ഇയാൾ പറയാണ്, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിക്കാം, എന്നോട് കരുണ കാണിക്കണമേ. രാജാവ് മനസ്സലിഞ്ഞിട്ട് ഇവനെ ജയിലിൽ അടയ്ക്കാതെ ഭാര്യയെയും മക്കളെയും ഈ മനുഷ്യനെയും വെറുതെ വിടുകയാണ്. നീ ഒന്നും തരണ്ടെന്ന് പറഞ്ഞ് വിടുകയാണ്. കടം ഇളച്ചു കൊടുത്തു. 8,000 കോടി രൂപ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, 8,000 കോടി രൂപ ഫ്രീ ആയിട്ട് ഇളച്ചു കിട്ടി. സന്തോഷത്തോടെ ഇയാൾ ഭാര്യയും മക്കളുമായിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വച്ച് ഇയാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. ഇയാൾക്ക് കടം കൊടുക്കാനുണ്ടായിരുന്നവന് എത്ര രൂപ കൊടുക്കണമെന്നുണ്ടോ അറിയാമോ? 2 ലക്ഷം രൂപ. ഇന്നത്തെ കണക്കിന് 2 ലക്ഷം രൂപ. അപ്പോൾ 2 ലക്ഷം രൂപ കൊടുക്കാനുള്ള ആളെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ഇയാൾ എടുത്തടിക്ക് ചോദിച്ചു, എവിടെടാ എൻ്റെ 2 ലക്ഷം രൂപ? അയാൾ പറഞ്ഞു, യജമാനനെ, ഞാൻ തന്നു വീട്ടിക്കൊള്ളാം.
ഇത് കേട്ട പാടെ ആ 2 ലക്ഷം കൊടുക്കാനുണ്ടായിരുന്നവൻ്റെ കഴുത്തിന് കയറി കുത്തി അങ്ങോട്ട് പിടിച്ചു. അവൻ്റെ കണ്ണ് രണ്ടും കൂടെ തള്ളി വന്നു. അവൻ ശ്വാസത്തിന് വേണ്ടി കിടന്ന് പിടയുകയാണ്. നീ എവിടെടാ എൻ്റെ 2 ലക്ഷം? തന്നില്ലെന്ന് ഞാൻ വിടത്തിലടാ, നിന്നെ ഞാൻ ജയിലിലടയ്ക്കും. അവൻ ശ്വാസത്തിന് വേണ്ടി കിടന്ന് പിടയുമ്പോൾ ഈ രംഗം രാജാവിൻ്റെ ചില ഭൃത്യന്മാർ കണ്ടു. അവർ ഓടി കൊട്ടാരത്തിലേക്ക് എന്നിട്ട് പറഞ്ഞു, പ്രഭോ പ്രഭോ, അങ്ങ് 8000 കോടി രൂപ ഇളച്ചു കൊടുത്ത മനുഷ്യനില്ലേ? അയാൾ വഴിക്ക് വെച്ച് 2 ലക്ഷം അവന് കൊടുക്കാനുള്ള ഒരുത്തൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. രാജാവ് ഇത് കേട്ടിട്ട് പറഞ്ഞു, ആരവിടെ? അവനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വാ. അവനെ പിടിച്ചുകൊണ്ട് വന്ന് അവൻ്റെ ഭാര്യയും മക്കളെയും അവനെയും ജയിലിൻ്റെ അകത്തിട്ട് പൂട്ടിക്കളയുക. പ്രിയപ്പെട്ടവരെ, കരുണ കിട്ടിയ മനുഷ്യന് കരുണ നഷ്ടപ്പെട്ടു പോയി. കരുണ കിട്ടിയ മനുഷ്യന് അത് അനുഭവിക്കാൻ സാധിച്ചില്ല. കരുണയുടെ ബെനഫിറ്റ്സ് അനുഭവിക്കാൻ സാധിക്കാതെ സ്വയം കുഴിച്ച കുഴിയിൽ വീണു, സ്വയം കെട്ടിപ്പൊക്കി ജയിലിൻ്റെ അകത്ത് ഇവൻ അടയ്ക്കപ്പെട്ടു. എന്താണ് കാരണം? ഇത്രയും വലിയൊരു തുക ഇളച്ചു കിട്ടിയിട്ടും മറ്റൊരു വ്യക്തിയോട് കരുണ കാണിക്കാതിരുന്നത് കൊണ്ട് ഇവന് സകലതും നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തിൽ നിന്നും മുഴുവൻ പാപങ്ങളും കടങ്ങളും ഇളച്ചു കിട്ടുന്ന നമ്മൾ ഇതുപോലെ കൊച്ചു കൊച്ചു കാര്യത്തിന് വേണ്ടി ഞാനും നിങ്ങളും തെറ്റ് ചെയ്ത് ക്ഷമിക്കാതിരിക്കുമ്പോൾ, കരുണ കാണിക്കാതിരിക്കുമ്പോൾ നമ്മൾ സ്വയം ഒരു ജയിലിൽ അടയ്ക്കപ്പെടുകയാണ്. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കാൻ സാധിക്കാതെ നാം ഇരുട്ടിലായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, നെപ്പോളിയൻ ചക്രവർത്തിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ നെപ്പോളിയൻ്റെ കൊട്ടാരത്തിലേക്ക് ഒരു അമ്മ ഓടി വന്നു. പ്രഭോ, എൻ്റെ മകനെ അങ്ങ് കൊല്ലുവാൻ വിധിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അവനെ വെറുതെ വിടണേ, അവനോട് ക്ഷമിക്കണേ. നെപ്പോളിയൻ പറഞ്ഞു, അമ്മച്ചിയുടെ മകൻ ചെയ്ത തെറ്റ് വലിയ തെറ്റാണ്, ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. അവൻ മരണമർഹിക്കുന്ന തെറ്റാണ് ചെയ്തത്. എൻ്റെ നീതിയിൽ അവൻ മരിച്ചേ പറ്റൂ. അപ്പോൾ ഈ അമ്മ രാജാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് കൈകൾ ഉയർത്തി കണ്ണുനീരോടെ പറഞ്ഞു, രാജാവേ, ഞാൻ അങ്ങയോട് ചോദിക്കുന്നത് നീതിക്ക് വേണ്ടിയിട്ടല്ല, കരുണയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ചോദിക്കുന്നത് നീതിയല്ല, കരുണയാണ്, കരുണ. നെപ്പോളിയൻ്റെ മനസ്സലിഞ്ഞു. നെപ്പോളിയൻ പറഞ്ഞു, ആരവിടെ? അവനെ വെറുതെ വിടാൻ ഞാൻ കൽപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് കരുണ. കരുണയും കൃപയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കരുണ എന്ന് പറയുന്നത് ഇതാണ്: നമ്മൾ അർഹിക്കുന്നത് നമുക്ക് തരാതെ ദൈവം സംരക്ഷിക്കുന്നതിൻ്റെ പേരാണ് കരുണ. നമ്മൾ അർഹിക്കുന്ന എന്താണ്? നരകം. നമ്മൾ അർഹിക്കുന്ന എന്താണ്? ശിക്ഷ. അത് തരാതെ ദൈവം സംരക്ഷിക്കുന്നതിൻ്റെ പേരാണ് കരുണ. നമ്മൾ അർഹിക്കാത്തത് തരുന്നതിൻ്റെ പേരാണ് കൃപ. നമ്മൾ അർഹിക്കാത്തത് എന്തെല്ലാമാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, നിത്യജീവൻ, സ്വർഗരാജ്യം, അഭിഷേകം, ഇതെല്ലാം നാം അർഹിക്കുന്നതല്ല. അത് തരുന്നതിൻ്റെ പേരാണ് കൃപ. അപ്പൊ അർഹിക്കാത്തത് തരുന്നതിൻ്റെ പേരാണ് കൃപ. അർഹിക്കുന്നത് തരാതെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നതിൻ്റെ പേരാണ് കരുണ. പാപികളായ നാം അർഹിക്കുന്ന ശിക്ഷ നമുക്ക് നൽകാതെ ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിൻ്റെ പേരാണ് കരുണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകം നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കാണുന്നുണ്ട്. ദാവീദ് രാജാവ് സാവൂളിന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ജോനാഥനോട് കരുണ കാണിക്കേണ്ടതിന് വേണ്ടി ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ദാവീദിന്റെ കരുണ ദാവീദ് കാണിക്കുന്ന ഒരു ഭാഗമാണ്. അതായത് തൻ്റെ ശത്രുവിൻ്റെ കൊട്ടാരത്തിൽ, തന്നെ കൊല്ലുവാൻ നടന്ന മനുഷ്യൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം, സാവൂളിന്റെ മരണശേഷം ദാവീദ് ചോദിക്കുകയാണ്, ഞാനിവിടെ ആരോടെങ്കിലും കരുണ കാണിക്കേണ്ടതുണ്ടോ? അപ്പോൾ അത് 2 കാലുകൾക്കും മുടന്തുള്ള മെഫിബോഷത്തിനെ ആൾക്കാർ പിടിച്ചുകൊണ്ട് വരികയാണ്. 2 കാലിനും മുടന്തുണ്ട്. ഇവൻ ജോനാഥൻ്റെ മകനാണ്. ജോനാഥനും മരിച്ചുപോയി, സാവൂൾ രാജാവും മരിച്ചുപോയി. ജോനാഥൻ്റെ മകനായ മെഫിബോഷത്ത് അവിടെയുണ്ട്. ഉടനെ ദാവീദ് പറയുകയാണ്, ഞാൻ യുദ്ധത്തിൽ പിടിച്ചെടുത്ത സാവൂളിൻ്റെ സകല സമ്പത്തും സ്വത്തും ഈ മെഫിബോഷത്തിന് കൊടുത്തേക്കുക. എന്നിട്ട് എൻ്റെ കൊട്ടാരത്തിൽ ഞാൻ കഴിക്കുന്ന തീൻമേശയിൽ, എൻ്റെ ഡൈനിങ് ടേബിളിൽ, എൻ്റെ തൊട്ടടുത്ത കസേരയിലിരുന്ന് മെഫിബോഷത്ത് എന്നോടൊപ്പം ആഹാരം കഴിക്കണം. പ്രിയപ്പെട്ടവരെ, മെഫിബോഷത്ത് ഇത് കണ്ട് തകർന്നു പോയിട്ട് രാജാവിനോട് ചോദിക്കുന്ന ഒരു വചനമുണ്ട് ബൈബിളിൽ, ഈ ചത്ത പട്ടിയോട് അങ്ങ് കരുണ കാണിക്കുന്നത് എന്തിന്? 2 കാലുകളും തളർന്നു പോയ, ഒന്നിനും എഴുന്നേറ്റ് നടക്കാൻ കൊള്ളാത്ത എന്നോട്, അങ്ങയുടെ ശത്രുവിൻ്റെ മകനായ എന്നോട്, ശത്രുവിൻ്റെ കൊച്ചുമകനായ എന്നോട്, അങ്ങയെ കൊല്ലാൻ നടന്ന സാവൂൾ രാജാവിൻ്റെ കൊച്ചുമകനായ എന്നോട് കരുണ കാണിക്കുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കണ്ടോ ദാവീദ് പാപം ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുന്നത് കണ്ടോ? ദാവീദ് എന്നും കരുണ കാണിച്ചിരുന്നു. അതുകൊണ്ട് ദാവീദിന് ദൈവത്തിൻ്റെ കരുണയും ആവോളം അനുഭവിക്കാൻ സാധിച്ചു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ,
അവിടുന്ന് ഞങ്ങളോട് കാണിച്ച കരുണ ഞങ്ങൾ കുരിശിൽ വ്യക്തമായിട്ട് കാണുന്നു. ഞങ്ങളെ അവിടുന്ന് വെറുതെ വിട്ടു, ശിക്ഷിക്കാതെ വെറുതെ വിട്ടു. ഞങ്ങളും മറ്റുള്ളവരെ ശിക്ഷിക്കാതെ വെറുതെ വിടുന്നവരായി നീതീകരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും സമൂഹത്തിലും ഞങ്ങളുടെ കരുണ ഞങ്ങളിലൂടെ വെളിപ്പെടട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.